ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതെ, ജനം ബ്രേക്കിംഗിലേക്ക് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ജോലി വാഗ്ദാനം ചെയ്ത് PSCയുടെ മറവിൽ വൻ തട്ടിപ്പ് എന്ന വാർത്ത. കേരള ബിവറേജസ് കോർപ്പറേഷന്റെ പേരിൽ വ്യാജ നിയമന കത്ത് നൽകിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ബെവ്കോയുടെ വ്യാജ സീലും ലെറ്റർ പാഡും ലെറ്റർ ഹെഡും ഉപയോഗിച്ച് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയുമില്ല. തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസ്. ഇതിലാണ് അനങ്ങാപ്പാറ നയം, അതായത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും. എന്തായാലും വാർത്ത ജനം TV ബ്രേക്ക് ചെയ്യാണ്. ആദ്യം റിപ്പോർട്ട് കാണാം. ഈ കാണുന്നതാണ് ബിവറേജസ് കോർപ്പറേഷന്റെ വ്യാജ സീലും ലെറ്റർ ഹെഡും ഉപയോഗിച്ച് തയ്യാറാക്കിയ നിയമന ഉത്തരവ്. ആദ്യം ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിനുള്ള കത്താണ് ലഭിക്കുന്നത്. PSC പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും കെണിയിൽപ്പെടുത്തിയാണ് സംഘത്തിന്റെ തട്ടിപ്പ്. സർക്കാരിന്റെ വിവിധ ഗസ്റ്റ് ഹൗസുകളിൽ എത്തിച്ചാണ് അഭിമുഖം നടത്തുന്നത്. ഇതിലൂടെ ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസ്യത നേടിയെടുക്കാനും തട്ടിപ്പ് സംഘത്തിന് സാധിക്കുന്നു. തൊട്ടു പിന്നാലെ നിയമനക്കത്ത് വീടുകളിലെത്തിച്ചാണ് ലക്ഷങ്ങൾ തട്ടുന്നത്. വ്യാജ അഭിമുഖ കത്തിനും നിയമനക്കത്തിനുമായി സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നഷ്ടമായത് കോടികളെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ തട്ടിപ്പിനായി വലിയൊരു സംഘം പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരമുണ്ടെങ്കിലും കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല. കരമന പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിലും മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പ്രധാന സ്ഥാപനമായ ബിവറേജസ് കോർപ്പറേഷന്റെ വ്യാജ ലെറ്റർ ഹെഡും സീലും ഉപയോഗിച്ച് വൻ തട്ടിപ്പ് നടത്തിയിട്ടും പ്രതികളെ പിടികൂടാത്തതിനു പിന്നിൽ ദുരൂഹതയുണ്ട്. പോലീസും പ്രതികളും തമ്മിലുള്ള ഒളിച്ചുകളിയാണോ ഇതിന് പിന്നിലെന്ന ചോദ്യമാണ് ഉയരുന്നത്. വിനീഷ്, ജനം, തിരുവനന്തപുരം. വാർത്ത റിപ്പോർട്ട് ചെയ്ത് വിനീഷ് തന്നെ നമ്മളോടൊപ്പം ചേരും. എന്തായാലും ഇത് വളരെ രസകരമാണ്. കാരണം PSC നിയമന തട്ടിപ്പ് വളരെ കത്തി നിന്ന ഒരു സമയമുണ്ട്. അത് അധിക കാലമായിട്ടുമില്ല. അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ, എന്നിട്ട് പോലും ഇതിൽ തുടർ നടപടികൾ എന്തുകൊണ്ട് എന്നാണ് നമ്മൾ പ്രധാനമായി ആലോചിക്കേണ്ടത്. കാരണം ഒരു ബെവ്കോയുടെ പേരിൽ ഒരു വ്യാജ സീലും ലെറ്റർ ഹെഡും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നു. ആ തട്ടിപ്പ് കണ്ടെത്തുന്നു. അതുവരെയും തട്ടിപ്പുകൾ പല രീതിയിൽ പലയിടത്തും നടത്തുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ പോലീസ് അല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കുന്നില്ല? അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതെ, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് തന്നെയാണ് ഇതെല്ലാം വിരൽ ചൂണ്ടത് എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഈ ആഭ്യന്തര വകുപ്പിന് മറ്റ് ചില ഈ വിവാദങ്ങളിൽ മറുപടി പറയേണ്ടതുള്ളതുകൊണ്ട് അവർ തിരക്കിലായതുകൊണ്ടാണോ എന്നായിരിക്കും ഒരുപക്ഷെ. നമുക്ക് വിനീഷിനോട് ചോദിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വിനീഷ് തത്സമയം ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിനീഷ്, ഇത് ഈ തട്ടിപ്പുകൾ നടക്കുമ്പോൾ വെറുതെ ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുള്ള തട്ടിപ്പല്ല. ഒരു വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കുക, ഒരു നിയമനക്കത്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായൊരു ക്രിമിനൽ കുറ്റമായി മാറുകയാണ്. അത് നടന്നിട്ടും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടും എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ കൃത്യമായി പോലീസിന് അറിയാം, സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന് കരുതുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കേണ്ടി വരും. വിനീഷ്, തീർച്ചയായിട്ടും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് മാഫിയ വലിയ വൻ സംഘം തന്നെ ഉണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസ് കൃത്യമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നില്ല. പല സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി എത്തുന്ന സമയത്ത് പോലീസ് പണം തിരികെ വാങ്ങി നൽകിക്കൊണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം പ്രധാനമായും ഈ തൊഴിൽ തട്ടിപ്പിന് ഇരയായവർ പല ഘട്ടങ്ങളിലായി പറയുന്നത് തങ്ങൾക്ക് പണമെങ്കിലും അവസാന ഘട്ടത്തേക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ മുതലെടുക്കുന്ന ഒരു സമീപനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എടുത്തു പറയേണ്ടത് ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള ലെറ്റർ പേഡും അതോടൊപ്പം തന്നെ വ്യാജ സീലും വ്യാജ ലെറ്റർ പേഡും ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു തട്ടിപ്പ് ഏറ്റവും പ്രധാനം എന്ന് പറയാൻ കഴിയുക ക്രിമിനൽ കുറ്റം ചുമത്തേണ്ട ഈ ഒരു നടപടിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റം ചെയ്ത വ്യക്തികളെയാണ് പോലീസ് സംരക്ഷിക്കുന്നത്. നമുക്ക് ലഭിച്ച ഏറ്റവും അവസാനം ലഭിച്ചതാണ് കരമന പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി വരുന്ന സാഹചര്യത്തിൽ പോലും പോലീസ് അതിനെ
ഏറ്റവും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതൊരു കോംപ്രമൈസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്, കരമന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും തന്നെ തട്ടിപ്പിനിരയായി അവർക്ക് ഒരു നാണക്കേടിന്റെ ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തൽക്കാലം തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്ന നിലപാട് ഉദ്യോഗാർത്ഥികൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ബന്ധുക്കൾ എടുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിനെ മുതലാക്കിക്കൊണ്ടാണ് പോലീസ് ഈ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാതെ പണം തിരികെ നൽകിക്കൊണ്ടുള്ള ഈ തട്ടിപ്പിനെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബിവറേജസ് കോർപ്പറേഷന്റെ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പ്രധാന സ്ഥാപനമായ ബിവറേജസ് കോർപ്പറേഷന്റെ തന്നെ വ്യാജ സീലും വ്യാജ ലെറ്റർ ഹെഡും ഉപയോഗിച്ചുകൊണ്ട്, ലെറ്റർ പേഡും ഉപയോഗിച്ചുകൊണ്ടുള്ള വൻ തട്ടിപ്പാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇത്തരത്തിലാണ്. പക്ഷേ ലഭിച്ചിരുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ സംസ്ഥാനത്തുടനീളം തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഗസ്റ്റ് ഹൗസുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇന്റർവ്യൂ നടത്തുന്നത്. ഇന്റർവ്യൂ നടത്താൻ തന്നെ ഒരു പ്രത്യേക സംഘത്തെ ഇവർ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തായിരുന്നെങ്കിലും അവർക്ക് സൗകര്യമുള്ള ഗസ്റ്റ് ഹൗസുകൾ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഗസ്റ്റ് ഹൗസുകൾ കേന്ദ്രീകരിച്ച് ഇവർ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഗസ്റ്റ് ഹൗസുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വ്യാജ തട്ടിപ്പ്, വ്യാജ നിയമനം നടത്താം എന്ന ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ഇന്റർവ്യൂകൾ, അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂ സർട്ടിഫിക്കറ്റ് പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുമ്പോൾ തന്നെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾ ഇത് ശരിയാണ് എന്ന് സംബന്ധിച്ച തരത്തിലേക്ക് നീങ്ങുന്നു. വിശ്വാസ്യത, ഇത് ഈ ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ തന്നെ ഈ തട്ടിപ്പ് സംഘം ഈ ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴേക്കും തൊട്ടു പിന്നാലെ തന്നെ ഇവർക്ക് നിയമന കത്ത് ലഭിക്കുന്നു. നിയമന കത്ത് ലഭിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ തട്ടിപ്പ് സംഘം ഇവരുടെ വീടുമായി ബന്ധപ്പെടുന്നു. ഞങ്ങളുടെ ഒരു കൃത്യമായ ഇന്റർവ്യൂവും അതിൽ നമ്മൾ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിയമന കത്ത് ലഭിച്ചതെന്ന് ഈ സംഘം, തട്ടിപ്പ് സംഘം ഈ ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങളെയും ധരിപ്പിക്കുന്നു. അതിനുശേഷമാണ് ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ തട്ടിയെടുക്കുന്നത്. ഏറ്റവും അവസാനം കരമന പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്ന പരാതിയാകട്ടെ 12 ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ നിയമനം നൽകാം, PSC വഴി അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷനിൽ നിയമനം നൽകാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ കൃത്യമായ വേരുകൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സംസ്ഥാന പോലീസിന് വ്യക്തമായി അറിയാം. സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. കരമന പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി ഇപ്പോൾ 4 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ പരാതി ലഭിച്ചിട്ട് പോലും പോലീസ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ടത്. ശരി വിനീഷ്.